കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എഴുതി വെക്കാറുണ്ട്. അതിനോടുള്ള ഒരു ഡിറ്റർമിനേഷനാണ് കാണിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് വ്ളോഗാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഓഫീസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് ഏതുവരെ ഒരു മിനിറ്റ്, അത് ഏതുവരെ ആവും എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്ക് ഇതിന് മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടോ ഒന്ന്, ഞാൻ അതേ ഡ്രസ്സ് അല്ലെങ്കിൽ അതേ കളർ കാണുമ്പോൾ മിസ്. ഞാൻ നീലയിൽ വെള്ള, ഒരു വെള്ളയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എത്രത്തോളം എടുക്കാൻ പറ്റുമോ അറിയില്ല. പരമാവധി ഞാൻ എടുക്കാം. അത്രയ്ക്ക് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാനും നികുതി മാത്രമല്ല ഓഫീസിലുള്ളൊരു 10 ആൾക്കാരെങ്കിലും നീലയിട്ടിരിക്കണേ. ഒരുവിധം എല്ലാവരും നീലേ. ഇതിന് മുന്നൊരു ദിവസം ഉണ്ടായി, എല്ലാവരും ബ്ലാക്ക് ഇട്ട് വന്നൊരു ദിവസം. എനിക്ക് ആ ദിവസമാണ് ഓർമ്മ വന്നത്. ഇന്ന് എല്ലാവരും നീല. ഇനി കുറേ പേര് വരാണ്ട്, അവരൊക്കെ എന്തൊക്കെ നോക്കട്ടെ. അപ്പം രാവിലെ വന്ന് ഇനി കുറച്ച് ചില്ലറ പണികളുണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കട്ടെ. ചെയ്യുന്നത് പ്രത്യേകിച്ച് കാണിച്ചുതരാം, രസമല്ലേ. ആദ്യം സിസ്റ്റം ഓണാക്കാണ്ട് വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടുത്തെ ആംപ്ലിഫയർ ഓണാക്കും. കാരണം അതിൽ നിന്നാണ് ഞങ്ങൾ പ്ലജും അതുപോലെ ടീ ടൈമിൻ്റെ ഒക്കെ ബ്രേക്കിൻ്റെ ഒക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് അതിലാണ്. അതുകൊണ്ട് അത് ഓണാക്കണം. എല്ലാവരും ശനിയാഴ്ചയായിട്ട് കളറിട്ട് വന്നിട്ട് ഒരു മഹാൻ മാത്രം യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നത്. എന്താണ് വിഷയം പറയാനുള്ളത്? ഓർമ്മിപ്പിക്കാതെ ഒരു ഫോണ് വേണേ. പിന്നെ ഞാൻ ഇന്നലെ 3 മണിക്ക് പോയി. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയി. അപ്പൊ എന്നിട്ട് ആ മൂവ്മെന്റ് രജിസ്റ്റർ പോലും എടുത്തു വെച്ചിട്ടില്ല. കണ്ട, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുട്ടികളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. കളർ ഡ്രസ് ഇട്ട് വന്നിട്ട് എത്തിക്സിനോട് മീൻസ് എന്താണ് കമ്പനിയോടുള്ള ഒരു ഡിറ്റർമിനേഷനാണ് കാണിക്കണത് അല്ലേ? ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ടാഗ് ഇടാൻ മറന്നുപോയി ഗൈസ്. നമുക്ക് ടാഗ് ഇടാം. അതുപോലല്ലേ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എഴുതി വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ, ഇതുവരെ എനിക്ക് ഡെയിലി ചെയ്യണ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് കളയും. അപ്പം നമുക്ക് അത് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ നമുക്ക് മിഠായി കഴിക്കാം. കാരണം ഇവിടെ ഫ്രണ്ടിൽ സ്വീറ്റ്സ് വയ്ക്കും എപ്പോഴും. അപ്പോൾ മിഠായി എല്ലാ സമയത്തും ഇതുണ്ടാവും. ഞാൻ അങ്ങനെ എപ്പോഴും കഴിക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ സ്വീറ്റ്സ് കഴിക്കും. എന്നെ കാണിക്കാറുണ്ട് സ്റ്റൈല്. ടീ ബ്രേക്ക് കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് പട്ടി ഷോ നിർബന്ധമാണ്. ലഞ്ച് ബ്രേക്കായി, ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പം അതാ ലഞ്ച് ബ്രേക്കാണ്. 1 മണി മുതൽ 2 മണി വരെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കായതുകൊണ്ട് ഫോൺ കളിക്കാം. 1 മണി മുതൽ 2 മണി വരെ നമുക്ക് ഫോൺ കളിക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല ഓഫീസിൽ. അതുകൊണ്ട് ഞാൻ അധികം ഫോണൊന്നും എടുത്തിട്ടില്ല. സത്യത്തിൽ ഈ വ്ളോഗ് തുടങ്ങുമ്പോൾ ഞാൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. വെറും ഒരു കാഷ്വൽ ഡേ. എങ്ങനെയാണോ ഓഫീസ് തിങ്കൾ മുതൽ വെള്ളി വരെ, അതുപോലെ എങ്ങനെയാണോ ഓഫീസ് തിങ്കൾ മുതൽ വെള്ളി വരെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്ന് 4 മണി വരെയുള്ളൂ. സാധാരണ 9 to 5 ഇന്ന് 9 to 4 വരെയുള്ളൂ. അതൊരു സ്പെഷ്യലാണ്, കാരണം നേരത്തെ വീട്ടിൽ പോകാം. ഇന്നാണെങ്കിൽ എനിക്ക് വണ്ടിയുടെ പുകയൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്.
ഇൻഷുറൻസ് കഴിഞ്ഞതൊക്കെ അടച്ചു. അപ്പം ഇനി പുകയും കൂടി അടച്ചു കഴിഞ്ഞാൽ ഇത്തിരി സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോവാം. പുക ലാസ്റ്റ് ഡേറ്റ് എന്നാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ നിന്ന് നോക്കി എടപ്പാൾ കാണാമെന്ന് ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടപ്പാളിൻ്റെ വ്യൂ ഇന്ന് 4 മണി ആയതുകൊണ്ട് തന്നെ പണികളൊക്കെ 4 മണിയുടെ ഉള്ളിൽ തീർത്താലേക്ക് 4 മണിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം കൂടി 3-4 ദിവസം പഞ്ചിങ് മെഷീൻ കേടല്ല, പക്ഷെ അത് സിസ്റ്റത്തിലേക്ക് ഉള്ള പഞ്ചിങ് കാണിക്കണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നേരെയൊക്കെ ഇപ്പോൾ ഇന്നാണ് പനീഷേട്ടൻ്റെ അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ട് പനീഷേട്ടൻ ഞങ്ങൾ ഇവിടെ സിസ്റ്റംസ് ഒക്കെ നേരെ തന്നെയായിരുന്നു. പനീഷേട്ടൻ്റെ അവിടെ നിന്നാണ് ആൾക്കാർ വന്നത് നേരെയാക്കിയത്. അപ്പോൾ ഐ തിങ്ക് ബുധനാഴ്ച മുതലുള്ള പഞ്ചിങ്ങിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല. അതൊക്കെ ഇന്ന് റെഡി ആയിട്ടില്ല. അപ്പോൾ ഈ അത്രയും ദിവസത്തെ പഞ്ചിങ്ങൊക്കെ എനിക്ക് അതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് അതുകൊണ്ട് കുറച്ച് പണി ഇത്തിരി കൂടുതലായിരുന്നു. കൂടുതലൊന്നുമില്ല, എന്നും ചെയ്യണമെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കൂടുതൽ ചെയ്യാണ്ട്. പിന്നെ സാലറി അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഒന്ന് വിളിച്ചന്വേഷിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞു പണികൾ. അപ്പോൾ അത് കുറേ പേര് 35 ആളായിട്ട് വിളിച്ചന്വേഷിക്കാനുണ്ട്. അതിലിപ്പോൾ ഒരു 20 ആളായിട്ട് ഞാൻ വിളിച്ചു. ഇനി ബാക്കി 15 ആളെ എഡ്യൂക്കേഷൻ വിളിക്കണം. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിരിക്കണം. അവർ റൂട്ടിൽ പോകുന്ന TSOമാരൊക്കെയാണ്, മാർക്കറ്റിലുള്ളവരാണ്. അപ്പോൾ അതിന് ഓഫീസ് പോലത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ, അതുകൊണ്ട് അവർ വിളിച്ചന്വേഷിക്കണം. അപ്പോൾ അവർ ഫ്രീ ആകുമ്പോഴേക്ക് ഫോൺ എടുക്കുള്ളൂ. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ കുറച്ച് ചില്ലറ പണികളുണ്ട്. എന്നാലും 2 മണി വരെ ഞാനിപ്പോൾ കാത്തിക്കാണ്. 2 മണിയായിട്ട് 1:59. ഓക്കെ ഗൈസ്, 2 മണി ആയി കഴിഞ്ഞാൽ ബാക്കി പണി തുടങ്ങി. ഞാൻ വൈകിട്ടാവും ഇനി വീഡിയോ എടുക്കുക. ഇന്ന് ഞാൻ ഓളേനെ 1/2 മണിക്കൂർ ഇവിടെ കാത്തിക്കണം. ഇന്ന് ഒരു 5 മിനിറ്റ് കാത്തിക്കാൻ നോക്കില്ല. നന്ദിയില്ല ഗൈസ്, നന്ദിയില്ല. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കണം. വീഡിയോ കാണോ? ഞങ്ങളുടെ സിന്ധിച്ച് ഇനി വീട്ടിൽ പോകണം. ബൈ ഗൈസ്. ഞങ്ങളിവിടെ പുക ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ തിരക്കാ തോന്നുന്നുണ്ട്. നാളെ മറ്റന്നാൾ വന്നാൽ തീരുന്ന തോന്നാം. ഞങ്ങള് എന്തിനാ പോയത്? പുക പരിശോധിക്കാൻ. പക്ഷെ പുക ടെസ്റ്റ് 1 വർഷമായിരുന്നു അത്ര. ഞാൻ 6 മാസം വിചാരിച്ച് പോയതാ. പക്ഷെ 1 വർഷത്തേക്കുണ്ട്. അതായത് നവംബർ 22-ാം തീയതി വരണ്ട്. അപ്പം ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇൻഷുറൻസും ഒക്കെ എടുത്തു. ഇനി എനിക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഈ വ്ളോഗ് എന്താ പറയാ, ഇന്ത്യ പറയും എന്താ പറയാ, വ്ളോഗ് അല്ല താങ്ക് യു ഒന്നുമില്ല ഗൈസ്. വ്ളോഗ് എൻ്റെ ആണ്. ഞാൻ നേരെ വീട്ടിൽ പോവാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടത്തോടെ തീർന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ.